സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് സമ്മതിച്ച് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരാക്രമണത്തിന് ഇരയാവുകയായ ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നടന്നത്. ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്ത് 5 വർഷം പൂർത്തിയാക്കിയ ശേഷം ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മനോജ് സിൻഹയുടെ തുറന്നു പറച്ചിൽ. ആദ്യമായാണ് ഒരു കേന്ദ്ര സർക്കാർ പ്രതിനിധി പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച സമ്മതിക്കുന്നത്. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ശ്രീജിത്ത്, വലിയ വാർത്ത തന്നെയാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യമായാണ് ഈ പഹൽഗാം വിഷയത്തിൽ ഒരു സുരക്ഷാ വീഴ്ച സമ്മതിക്കുന്ന പ്രതികരണം ഉണ്ടാകുന്നത്, അതും ലഫ്റ്റനന്റ് ഗവർണറുടെ ഭാഗത്ത് നിന്ന്. തീർച്ചയായും ഒരു കേന്ദ്ര സർക്കാർ പ്രതിനിധി എന്നതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ. കാരണം അദ്ദേഹം 5 വർഷം പൂർത്തിയാക്കുന്നു ലഫ്റ്റനന്റ് ഗവർണറായി ജമ്മു കാശ്മീരിൻ്റെ വികസനത്തെക്കുറിച്ചാണ് അദ്ദേഹത്തോട് ദേശീയ മാധ്യമത്തിൻ്റെ പ്രതിനിധി ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോഴാണ് ഈ തുറന്നു പറച്ചിലുണ്ടാകുന്നതാണ് ഏറ്റവും സ്വാഭാവികമായ സംഗതി. പഹൽഗാമിലുണ്ടായത് പാകിസ്ഥാൻ നിയന്ത്രിച്ച ഭീകരാക്രമണം തന്നെയായിരുന്നു. പക്ഷേ അവിടെ നടന്നത് അതൊരു പുൽമേടായിരുന്നു. ആ പുൽമേട്ടിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞില്ല. തീവ്രവാദികളെ ഭീകരവാദികൾ ആക്രമിക്കുമെന്ന് കരുതിയിരുന്നില്ല. ജമ്മു കാശ്മീരിൽ ലഫ്റ്റനന്റ് ജനറലാണ് ഇത് പറയുന്നത്. ആലോചിക്കണം, ജമ്മു കാശ്മീരിൽ വരുന്ന വിനോദസഞ്ചാരികളെ ഭീകരവാദികൾ ആക്രമിക്കുമെന്ന് കരുതിയിരുന്നില്ല. ആ പുൽമേട്ടിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള സൗകര്യമോ ഇടമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതിരുന്നത്. ജമ്മു കാശ്മീർ പോലെ മേഖലയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഭീകരവാദികൾ വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെക്കുമെന്ന് കരുതിയിരുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജമ്മു കാശ്മീരിന് സുരക്ഷ ഒരുക്കേണ്ടതായിരുന്നു. പക്ഷേ ഒരുക്കിയിരുന്നില്ല എന്ന് വ്യക്തമാണ്. ഇതുവരെയും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അവർ സമ്മതം നടത്തിയിരുന്നില്ല. അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ പല ഘട്ടങ്ങളിലായി പറഞ്ഞിരുന്നത്. അതോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ഈ കാര്യത്തിൽ പറഞ്ഞിരുന്നത് അവിടെ സുരക്ഷാ വീഴ്ച ഇല്ല എന്നാണ്. പക്ഷേ ലഫ്റ്റനന്റ് ജനറൽ തന്നെ നേരിട്ട് വന്ന് പറയുന്നു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അവിടെ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ഇടമുണ്ടായിരുന്നില്ല എന്ന് സമ്മതിക്കുകയും തുറന്നു പറയുകയും ചെയ്യുകയാണ്. ദേശീയ മാധ്യമത്തിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ ഈ പരാമർശം, പഹൽഗാമിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന പരാമർശം ഉറപ്പായും രാഷ്ട്രീയമായി തന്നെ ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.